ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളൊരു പുതിയൊരു ബോർഡ് പരിചയപ്പെടുത്താനാണ്. അതായത് HT21 എന്ന് പറയുന്ന ഒരു 2.1 ബോർഡ്. ഇപ്പം മാർക്കറ്റിൽ പല ടൈപ്പിലുള്ള ക്ലാസ് ഡി ബോർഡുകൾ അവൈലബിൾ ആണ്. അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു പുതിയൊരു ബോർഡാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്കിതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഇപ്പം മാർക്കറ്റിൽ പല ടൈപ്പിലുള്ള ക്ലാസ് ഡി ബോർഡുകൾ വരുന്നുണ്ട്. അതായത് നമുക്ക് വളരെ ഈസി ആയിട്ടും ചെറിയ വോൾട്ടേജിൽ നല്ല ക്വാളിറ്റി ഔട്ട്പുട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ ക്ലാസ് ഡി ബോർഡിന് നല്ല ആരാധകരാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതേപോലെയുള്ള ബോർഡുകൾ മാർക്കറ്റിൽ നല്ല രീതിയിൽ പോകാൻ തന്നെ കാരണം. ചെറിയ ഒരു പ്രൈസിന് നമുക്കൊരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഇതുപോലെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ബോർഡിന് മാർക്കറ്റിൽ ഇത്രയും പ്രചാരം വരാൻ കാരണം. അപ്പോൾ ഇതൊരു 21 എന്ന് പറയുന്ന ഒരു 2.1ൻ്റെ ബോർഡാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതേപോലെയുള്ള നോബ്, അതേപോലെ ഇതിൻ്റെ കണക്ഷന്, ഇതിൻ്റെ ക്യാബിനൊക്കെ ഫിക്സ് ചെയ്യാനുള്ള സ്ക്രൂവ് കാര്യങ്ങളെല്ലാം ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ സ്പേസറാണിത്. പിന്നെ ഇതിൻ്റെ ഈ ബോക്സ് ചെയ്യാനുള്ള ഒരു പാനലും കൂടെ ഇതിന് വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഇനി ഈ ബോർഡ് നമ്മൾ ശരിക്കും ഒരു ക്യാബിൻ്റെ അകത്ത് ഫിക്സ് ചെയ്ത് കൊടുക്കാനാണ് പ്ലാന്. അതായത് ഇതിൻ്റെ അകത്ത് ഒരു പവർ സപ്ലൈ ഒക്കെ വേണമെങ്കിൽ അങ്ങനെയും നമ്മൾ ഇതേപോലെ കണ്ടില്ലേ, ഇതേപോലെ ചെറിയൊരു ക്യാബിനറ്റിൻ്റെ അകത്ത് ആക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ നമ്മൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബോർഡിലേക്ക് വരുവാണെങ്കിൽ ഇതൊരു 2.1 ക്ലാസ് ഡി ബോർഡാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് USB, ബ്ലൂടൂത്ത്, ഓക്സ് ഇത് 3 ഇൻപുട്ടും കൊടുത്തിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കൊരു ഹൈ ക്വാളിറ്റി ഓഡിയോ എടുക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതൊരു വോൾട്ടേജിലേക്ക് നോക്കുവാണെങ്കിൽ 15 വോൾട്ടേജ് തൊട്ട് ഒരു 36 വോൾട്ടേജ് DC നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. കണ്ടില്ലേ, സാധാരണ ഒരു 2.1 ആമ്പൊക്കെ ചെയ്തെടുക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു ക്ലാസ് ABയിലൊക്കെ ആണെങ്കിൽ 7000, 8000, 10000 രൂപയൊക്കെ നമുക്ക് വരും. പക്ഷെ അത്രയും റേറ്റ് ഒന്നും ഇല്ലാതെ ചെറിയ റേറ്റിന് തന്നെ നമുക്കൊരു 2.1 ഓഡിയോ എടുക്കാൻ സാധിക്കും. ഇതിൻ്റെ ഫ്രണ്ടിലെ കൺട്രോളിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്കിവിടെ മാസ്റ്റർ വോളിയം ഉണ്ട്, അതേപോലെ തന്നെ ബാസും ട്രിബിളും ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഇൻബിൽറ്റ് ബാസും ട്രിബിളും ഉള്ളതുകൊണ്ട് തന്നെ നോയ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ബാസും ട്രിബിളും നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇത് 2 സെക്ഷൻ ഇവിടെ സബിൻ്റെ വോളിയവും സബിൻ്റെ ഫ്രീക്വൻസിയാണ്. സബിനാണെങ്കിലും നല്ലൊരു ക്വാളിറ്റി നമ്മൾ ബേസ് കിട്ടുന്നുണ്ട്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു പഞ്ചാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ നമുക്ക് ഡയറക്റ്റ് ഇതിലേക്ക് ഒരു USB കൊടുക്കാനുള്ള ഒരു പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് വോളിയം കൂട്ടാൻ, നെസ്റ്റ്, പോസ് എന്നൊക്കെ ഉള്ള ഒരു സെലക്ഷൻ സ്വിച്ച് പോലത്തെ ഒരു പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെയാണ് ഇതിൻ്റെ സ്റ്റീരിയോ ഓക്സ് ഇൻപുട്ട് കൊടുക്കേണ്ടത്. അതായത് ഫ്രണ്ട്, റൈറ്റ്, ലെഫ്റ്റ്, പിന്നെ സബ്, അതിനുള്ള സ്പീക്കർ ഔട്ടിനുള്ള സെക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ഇതിൻ്റെ പവർ സെക്ഷൻ വരുന്നത്. അതായത് 15 വോൾട്ടേജ് തൊട്ട് 36 വോൾട്ടേജ് DC നമ്മൾ ഇതിൽ കണക്ഷൻ കൊടുക്കുക. ഏറ്റവും കുറഞ്ഞത് ഒരു 24 വോൾട്ടേജിലും കൊടുത്താലാണ് നല്ലൊരു പെർഫോമൻസ് കിട്ടുകയുള്ളൂ. കുറഞ്ഞത് ഒരു 5 ആംപിയറിലും വേണം. 5 തൊട്ട് ഒരു 8 ആംപിയർ അല്ലെങ്കിൽ 10 ആംപിയർ ഉണ്ടെങ്കിൽ നല്ലൊരു പെർഫോമൻസ് ആയിരിക്കും. ഇനി ഇതിൻ്റെ ബോർഡിലേക്ക് നോക്കുവാണെങ്കിൽ കണ്ടില്ലേ, ഇത് നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള കമ്പോണൻസുകളാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. തന്നെ നല്ല ഒറിജിനൽ കമ്പോണൻസുകളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇതിനകത്ത് പല ടൈപ്പിലുള്ള ഡ്യൂപ്ലിക്കേറ്റുകളും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് അറിയാവുന്നവരുടെ നിന്ന് മാത്രം നിങ്ങൾ സാധനങ്ങളെല്ലാം മേടിക്കുക. സെൻട്രലായിട്ട് ഒരു 36 വോൾട്ടേജ് DC ഒക്കെ കൊടുക്കുമ്പോൾ ചൂടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സെൻട്രലിലൊരു ഫാനും കൂടെ വരുന്നുണ്ട്. എന്തായാലും ഓവറോൾ നമ്മൾ ചെക്ക് ചെയ്തിട്ട് നല്ലൊരു ക്വാളിറ്റി ഔട്ട്പുട്ട് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. നമുക്കിതിൽ കൊടുക്കാൻ പറ്റുന്ന സ്പീക്കർ ഔട്ട് 100 ചാനലിൽ 160 വാട്ട്സും സബിനാണെങ്കിൽ 220 വാട്ട്സുമാണ് ഇതിൻ്റെ അകത്ത് ശരിക്കും വരുന്നത്. ഇതേപോലെയുള്ള ഒരു ക്ലാസ് AB ആമ്പ് നമ്മൾ ചെയ്തെടുക്കാൻ എന്തായാലും ഒരു 15-18 രൂപയോളം ചിലവ് വരും. അങ്ങനെയുള്ളിടത്താണ് ഈ ചെറിയ ബോർഡ് വരുന്നത്. പറയാനുള്ള 160 വാട്ട്സ് ഒരു ചാനൽ കിട്ടുമെന്ന് പറയുന്നുണ്ട്. അത് 36 വോൾട്ടേജ് DC 8 ആംപിയറിലും കൊടുത്താൽ മാത്രമേ അത്രയും പെർഫോമൻസ് കിട്ടുകയുള്ളൂ. എന്നാൽ പോലും ഒരു 160 കിട്ടുമെന്ന് തന്നെ എനിക്കറിയില്ല. എങ്ങനെയാണെങ്കിലും ഒരു 100 വാട്ട്സ് നമുക്ക് കുറയാതെ തന്നെ കിട്ടും. സബിനാണെങ്കിൽ ഒരു 200 അല്ലെങ്കിൽ ഒരു 150 വാട്ട്സ് അത് മതി. നമുക്കൊരു വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ ഇത്രയും വാട്ട്സും ഇത്രയും പെർഫോമൻസും മതി. നമ്മൾ എത്ര പവർ കൂട്ടി ചെയ്താൽ പോലും ഒരിക്കലും നമ്മൾ അതൊന്നും ഓപ്പൺ ആക്കിയിട്ട് കേൾക്കാറില്ല. അത് ഒരു വീട്ടിലെ ചെറിയൊരു ഔട്ട്ഡോർ പർപ്പസിനൊക്കെ ആണെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ക്വാളിറ്റിയിലും ആ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആവശ്യക്കാരെ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പ് ത്രൂ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ ഇത് പർച്ചേസ് ചെയ്യുക.
അപ്പോൾ വേണ്ടവർക്ക് ഇതേപോലെയുള്ള ക്യാബിനറ്റിലാണെങ്കിലും നമ്മളിത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ബാക്കി ഡീറ്റെയിൽ ഒക്കെ വീഡിയോ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇത് സംബന്ധമായിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു നല്ലൊരു വീഡിയോ കാണാം. ഇറ്റ്സ് മീ സന്ദീപ്.